ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ പോയിട്ട് കാണുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അലമാരി ക്ലീൻ ചെയ്യുന്നവരെയായിരുന്നു ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ജനലുകളൊക്കെ തുടക്കുന്നതാണ് കേട്ടോ. ഉൾഭാഗം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലീനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ തുറന്നിട്ട് നല്ലോണം മാറാലേക്ക് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുറ്റത്തു നിന്നുള്ള പുറകുവശത്തു നിന്ന് നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ പുറത്തു നിന്ന് ജസ്റ്റ് മാറാതെ നമ്മൾ ഉള്ളിൽ നിന്ന് മാത്രം തട്ടിയാലും നല്ലോണം ചെളി പോകത്തില്ല. അപ്പോൾ ഞാനും പുറത്ത് പോയിട്ട് നമ്മുടെ മാറാല തൂക്കുന്ന കോലും കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ജനലിൻ്റെ ആ ഡോർ പാടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്താൽ മാത്രമേ നല്ലോണം ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലോണം ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എപ്പോഴായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫേസ് കവർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് പലപ്പോഴും കിട്ടുന്ന സമയത്ത് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴായാലും ഫേസ് കവർ ചെയ്തിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം ഉള്ളിൽ വന്നിട്ട് നമ്മൾ സോപ്പ് സൊല്യൂഷൻ വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് നമ്മുടെ 2 ജനലുകളും നല്ലോണം ഒന്ന് തുണി ഉപയോഗിച്ച് നനച്ച് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കോലും കൊണ്ട് മാറാല തൊട്ടുന്ന കോലും കൊണ്ട് തട്ടിയാലും പൊടി ജസ്റ്റ് മാറാലകളോ അങ്ങനെയൊക്കെ പോകാൻ നല്ലോണം ചെളി നല്ലോണം പോകത്തില്ല. അപ്പോൾ നമ്മൾ 2 ജനലും നല്ലോണം നനച്ചൊന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജനൽ ഒറ്റ നീണ്ട കമ്പിയാണെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കൂടി കൊണ്ട് ഒരു റോ പോലെ വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക പഴയ കമ്പി പോലെയാണ്. അപ്പോൾ നമുക്കത് പൊടിയൊക്കെ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പെയിൻറ്റൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞിരിക്കും പോലെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ സോപ്പ് സൊല്യൂഷൻ കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് അമർത്തി തുടച്ചപ്പോഴാണ് കേട്ടോ ആ ചെളിയൊക്കെ നല്ലോണം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്തെല്ലാം നമ്മൾ റൂമിൻ്റെ ആയാലും നമ്മൾ ഹാളിൻ്റെ ഒക്കെ ആയാലും ജനലിലൊക്കെ ഒന്ന് തുറന്നിടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. കാരണം ഉള്ളിലേക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറാനൊക്കെ ആയാലും നല്ലതാണ്. എപ്പോഴും നമ്മളിങ്ങനെ വീട് അടച്ചിടാതെ ഇടയ്ക്കൊന്ന് ജനലൊക്കെ തുറന്നിട്ട് കൊടുക്കുക കേട്ടോ. ഡെയിലി നമ്മൾ ഹാളിലൊക്കെ ആയാലും ജനലൊക്കെ തുറന്നിടുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ ജനലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ് സമയത്ത് മാത്രമല്ല, അത് നമ്മൾ ഇടയ്ക്കൊക്കെ ആയാലും കൈ പിടിക്കുന്നതും നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പിടിക്കുന്ന സ്ഥലമൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് അല്ലാതെ ആയാലും നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് അല്ലാതെ തന്നെ ജനലൊക്കെ ഇടയ്ക്ക് ഇന്നും തുടച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡിലെ ജനലും നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജനലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബാക്കി എല്ലാ പൊടികളൊക്കെ തട്ടിയിട്ടിട്ടുള്ളൂ, അടിച്ചു വാരി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ കട്ടിലൊക്കെ ചെരിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. കാരണം ഫുൾ പൊടികളാണ് കേട്ടോ, ഫുള്ളി മാറാലെ ഫുൾ നമ്മൾ തട്ടിയ പൊടികൾ ഫുൾ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായതെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് നമ്മളെന്താ കട്ടിലിൻ്റെ അടിയൊക്കെ നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലത്തൊക്കെ ഇഷ്ടം പോലെ മാറാലാണ് കേട്ടോ നമ്മുടെ അലമാരയുടെ സൈഡിൽ നിന്നൊക്കെ അടിച്ച് കൂട്ടിയത്. അപ്പോൾ പിന്നെ ഇപ്പം നല്ലോണം റൂം നല്ലോണം അടിച്ച് പൊടിയൊക്കെ കൂടി ഒന്ന് അടിച്ച് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ റൂം നല്ലോണം ക്ലീൻ ചെയ്ത് ഒന്ന് അടിച്ച് വാരിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ച് വരാനായാലും നമ്മൾ അലമാരിയും കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് വേണം നമുക്ക് അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് അടിച്ച് വാരി കഴിഞ്ഞിട്ട് വേണം ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് കട്ടിലൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് അപ്പുറത്തെ ഭാഗം കൊണ്ട് നമുക്ക് അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കഴുകാനുള്ള ബക്കറ്റും കാര്യങ്ങളൊക്കെയായിരുന്നു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് അടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡ് കട്ടിലൊന്ന് നീക്കിയിട്ടിട്ട് ആ ഭാഗം കൂടെ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ അലമാരയും ഒക്കെ നീക്കിയിട്ടതായി ഈ സൈഡും കൂടി നടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ മോശമല്ല, പിന്നെ ഇതിൽ നമ്മൾ മേളിൽ നടിച്ചിട്ട പൊടികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ റൂമിൽ നമ്മൾ മൊത്തം അടിച്ച് വാരി കൂട്ടുന്ന പൊടിയും മസാലയും എല്ലാം കൂടിയാണ് കേട്ടോ ആ കൂമ്പാരം പോലെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ച് വരുന്ന വീടാണെങ്കിലും നമ്മൾ വിചാരിക്കും ചെളികളും അധികമില്ലാന്ന്. പക്ഷേ എല്ലാവരും തന്നെ മാസത്തിലൊന്നോ എങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച് വാരിയത് എല്ലാ പൊടിയും കൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റൂം എന്തായാലും നല്ലോണം ഒന്ന് നനച്ച് തുടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് തുടച്ച് റൂം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ എന്താ പറയുക പൊടിയുടെ സ്മെല്ലാണ്, നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ പാറി നടന്നിട്ട്. അപ്പോൾ നമ്മൾ ഇനി മേലെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ അവസ്ഥ കാണിച്ചാൽ കേട്ടോ. ഫുൾ ക്ലീൻ ചെയ്ത് നമ്മൾ അടിച്ച് വാരി ഫുൾ തുടച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ കട്ടിൽ നേരെ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ തുടച്ചതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കട്ടിൽ നേരെയാക്കി ബെഡൊക്കെ എടുത്തിടാം. അപ്പോൾ അതുവരെയുള്ള ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് എല്ലാം ഉണങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നിലമൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കട്ടിലൊക്കെ എടുത്തിട്ട് ബെഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റൂം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്